ഇപ്പോൾ തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സെപ്റ്റംബർ 5 നടക്കുന്ന കേരള വിഷൻ സംരംഭക കൺവെൻഷൻ, രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് എന്നിവയെ ബന്ധപ്പെട്ട് COA സംസ്ഥാന ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നു. കെ ഗോവിന്ദൻ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, അതുപോലെ ജില്ലാ സെക്രട്ടറി ആന്റണി, ജനറൽ സെക്രട്ടറി സുരേഷ് തുടങ്ങിയവരാണ്. കേരള വിഷൻ്റെ എൻ്റർപ്രനേഴ്സ് മീറ്റ് ഈ വരുന്ന 5-ാം തീയതി ലുലു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് നടക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള വിഷൻ എന്നൊരു ബ്രാൻഡ് രൂപപ്പെടുത്തുകയും ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ കേബിൾ TV മേഖലയിൽ 5-ാം സ്ഥാനത്തും, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് മേഖലയിൽ 7-ാം സ്ഥാനത്തും കേരള വിഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ BSNL തൊട്ടുപുറകിലായി കേരള വിഷൻ 2-ാം സ്ഥാനത്ത് ഇന്ത്യയിൽ എത്തി നിൽക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഈ എൻ്റർപ്രനേഴ്സ് മീറ്റിനെ കേരള വിഷൻ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല, ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ തന്നെ 5 ലക്ഷം ഡിജിറ്റൽ കണക്ഷനും പുതിയതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള വിഷൻ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കേരള വിഷൻ്റെ ഒരു പ്രത്യേകത, ഒരു സംഘടന എന്ന നിലയിൽ COA എന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്റർമാരിൽ നിന്ന് തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. 1500 പേര് പങ്കെടുക്കും. ഈ കൺവെൻഷനിൽ തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രസന്റേഷനുകളും സാങ്കേതികമായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളുമൊക്കെയാണ് ഉണ്ടാവുക. ഈ കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിൽ എന്തൊക്കെ പദ്ധതികളെ സംബന്ധിച്ചാണ് മുൻഗണന നൽകേണ്ടതെന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടും. ഈ കൺവെൻഷനിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ബെന്നി ബെഹനാൻ MP ആണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ശ്രീ പോൾ തോമസ്, ഇസാഫ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ പോൾ തോമസ് ഒരു വിഷയത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാർ എന്റർപ്രനേഴ്സിന് മുമ്പിലുള്ള വെല്ലുവിളികളെയും അതുപോലെ സാധ്യതകളെ സംബന്ധിച്ചുള്ള